സച്ചിൻ, ഗുഡ് മോർണിംഗ്. ഏതായാലും മാങ്കൂട്ടം ഒളിവിൽ തുടരുകയാണ്. ഇപ്പോൾ കർണാടകത്തിൽ ഒളിവിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കർണാടകത്തിൽ ഒളിവിൽ തുടരണമെങ്കിൽ അങ്ങനെ അവിടുത്തെ ഒരു രാഷ്ട്രീയ സഹായമില്ലാതെ ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റുമോ സച്ചിൻ? തീർച്ചയായും മനു, അത് തന്നെയാണ്. കാരണം കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. കർണാടകയിലെ മുഖ്യമന്ത്രി കോൺഗ്രസ് ആണ്. സിദ്ധരാമയ്യ, അതേപോലെ തന്നെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അടക്കമുള്ള നേതാക്കളെല്ലാം കേരളത്തിലെ നേതാക്കളുമായി നല്ല ബന്ധമുള്ള നേതാക്കളാണ്. ഇത്തരത്തിൽ കേരളത്തിൻ്റെ ചാർജുള്ള രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനടക്കം വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കർണാടക. അതിനാൽ തന്നെ കൃത്യമായ രീതിയിൽ കർണാടകയിൽ കോൺഗ്രസിൽ നിന്നും കൃത്യമായ സഹായം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പ്രത്യേകിച്ച് SIT സംഘത്തിൽ നിന്നും ലഭിച്ച ഒരു വിവരം കൂടി, പ്രാദേശികമായി കോൺഗ്രസിൻ്റെ നിരവധി നേതാക്കളുടെ ഒരു സഹായം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റിസോർട്ട്, അതുപോലെ തന്നെ ഒളിവിൽ താമസിക്കാനുള്ള പല കേന്ദ്രങ്ങളും ഒരുക്കി കൊടുക്കുന്നത് ഈ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളാണ് എന്ന വിവരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായ രീതിയിൽ ഊടുവഴികളിലൂടെയാണ് രാഹുൽ രക്ഷപ്പെടുന്നത്. മനു, ഊടുവഴികളും മതിരിയാടിയും പണ്ടേ ശീലമുള്ളതുകൊണ്ട് അത് പ്രശ്നമില്ല സച്ചിൻ. ഏതായാലും അത്ഭുതമൊന്നുമില്ല. ഞാൻ ആലോചിക്കുന്നത് ഈ പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എത്ര ദിവസമായി അവിടെ ഇങ്ങനെ ഒളിവിൽ തുടരാൻ തുടങ്ങിയിട്ട്? ഒരാഴ്ച കഴിഞ്ഞില്ലേ? അതുകൊണ്ട് സച്ചിൻ അയാൾ ഒളിവിൽ തുടരട്ടെ, അയാളെ പോലീസ് പിടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഇന്നലെ സച്ചിനടക്കം കയ്യേറ്റം നേരിടേണ്ടി വരികയും മർദ്ദനമുണ്ടാവുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായല്ലോ. യഥാർത്ഥത്തിൽ ഷാഫി രാഹുൽ അനുയായികൾ അഴിഞ്ഞാടുന്നതാണോ ഇന്നലെ സംഭവിച്ചത്? തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഇന്നലെ രമേശ് ചെന്നിത്തല, കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമാണ് രമേശ് ചെന്നിത്തല, പാലക്കാടാണ് ഈ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയതിന് ശേഷം രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്ന ആദ്യത്തെ പരിപാടിയായിരുന്നു. ആ പരിപാടിക്കകത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഷാഫിയുടെയും അതേപോലെ തന്നെ രാഹുലിൻ്റെയും അനുകൂലികൾ ക്രൂരമായ രീതിയിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയും അതേപോലെ തന്നെ വലിയ രീതിയിൽ ആക്രമിക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രധാനമായും രാഹുലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അസഹിഷ്ണുത കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. രമേശ് ചെന്നിത്തല അടക്കം അയാളെ സംസാരിക്കാൻ പോലും ഇന്നലെ അനുവദിച്ചിട്ടില്ല. മനു, സത്യത്തിൽ കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ്. നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ബഹുമാനം കൊടുക്കുന്ന നേതാവ് കൂടിയാണ് രമേശ് ചെന്നിത്തല. പക്ഷേ ആ രമേശ് ചെന്നിത്തലയ്ക്ക് പോലും സ്വന്തം പാർട്ടിയിൽ ഒരു വിലയില്ലാതെ പോകുന്ന സാഹചര്യം, ഒരു വാക്കുമിണ്ടാൻ ഈ പറയുന്ന ഹൂളിഗൻസിന്റെ അനുവാദം വേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണോ കാര്യങ്ങൾ? തീർച്ചയായും അത് തന്നെ. കാരണം രമേശ് ചെന്നിത്തലയാണ് തുടക്കം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. കാരണം ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ആ നിലപാട് സ്വീകരിക്കുന്നതിലൂടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും ഇവരുടെ ഗോഡ് ഫാദർ ആയിരുന്ന ആ സമയത്തായിരുന്ന VD സതീശനെയും കോർണർ ചെയ്യുക എന്നൊരു ലക്ഷ്യം കൂടി ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നു. അത് വേറെ കാര്യം. പക്ഷേ എങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ചെന്നിത്തല ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തീർച്ചയായും അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ പാലക്കാട് എത്തിയിട്ട് രാഹുലിനോ അല്ലെങ്കിൽ ഷാഫിക്കോ എതിരെ രമേശ് ചെന്നിത്തല പറയുമോ എന്ന ഭയം എന്തായാലും കോൺഗ്രസിൻ്റെ ഈ ഷാഫി അതുപോലെ തന്നെ രാഹുൽ പക്ഷത്തെ നേതാക്കൾക്കും അനുയായികൾക്കും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നലെ നടന്നിട്ടുള്ള കുത്തന്നൂരിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ ഒരു ആസൂത്രിതമായ ആക്രമണം നടന്നിട്ടുള്ളത്. അതിനാൽ തന്നെ അത് കൃത്യമായ രീതിയിൽ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് ഷാഫി രാഹുൽ പക്ഷത്തെ നേതാക്കളെല്ലാം ലക്ഷ്യം വെച്ചത്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് രണ്ടുപേരെ ഒളിവിലാണ്. മനു, ഒന്ന് പാലക്കാട് MLA ഒളിവിലാണ്, അതുപോലെ തന്നെ പുതിയ KPCCയുടെ ജനറൽ സെക്രട്ടറി ഉണ്ട്, സന്ദീപ് വാര്യർ ഒളിവിലാണല്ലേ? ഇത് ഒളിവിലിരിക്കുന്നവരുടെ ദേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട്. ഇനി സച്ചിൻ ഒളിവ് പോവോ? ഇല്ല, മനു ഒളിവിൽ പോയവരെ കണ്ടെത്താൻ വേണ്ടി വന്നതാണ്. അതെ, അതാണ് ഇവിടുത്തെ. പാലക്കാട്ട് വന്നാൽ ഒളിച്ചിരിക്കുന്നവരെ തട്ടിയിട്ട് നടക്കാൻ വയ്യ. മാങ്കൂട്ടത്തിന് ഒളിവിൽ, സന്ദീപ് വാര്യർ ഒളിവിൽ. ഇനി ആരൊക്കെയാണോ ഒളിവിൽ പോകാൻ പോകുന്നത് നമുക്ക് അറിയാൻ പാടില്ല. ഗോഡ് ഫാദർ പോവോ? അതെ, അറിയില്ല ആരൊക്കെ ഒളിവിൽ പോകുന്നത് നമുക്കൊന്നും അറിയത്തില്ല. നമ്മൾ ആരെയും ആക്ഷേപിക്കാനില്ല കേട്ടോ, നമ്മൾ ആരെയും ഒന്നും പറയാനില്ല. പക്ഷേ സച്ചിൻ, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ടല്ലോ. അതിന് പലതരത്തിലുള്ള മറുപടികൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിലേക്ക് പോകുന്നില്ല. കാരണം അതിന് നമ്മുടെ തെളിവുകളില്ല, നമ്മുടെ ഒന്നുമില്ല. പക്ഷേ ഇന്നലെ KPCCയുടെ സാംസ്കാരിക വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഷഹനാസ് എന്ന് പറയുന്ന വനിത വന്നിട്ട് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. എന്താണ് അവർ പറയുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വൃത്തികെട്ട സ്വഭാവത്തെക്കുറിച്ച് നേരത്തെ തന്നെ ഷാഫി പറമ്പിലിനോട് പറഞ്ഞതാണ്. അവർക്ക് തന്നെ നേരിടേണ്ടി വന്ന ദുരനുഭവം അറിയിച്ചതാണ്. പക്ഷേ അത് പറഞ്ഞപ്പോൾ പരിഹാസമായിരുന്നു മറുപടി. അതിനുശേഷം ഇയാളെ ഈ പ്രസിഡന്റ് ആക്കുകയും ചെയ്തു. ഇയാൾ പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാൽ
സ്ത്രീകൾക്ക് ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതാണ് എന്ന് ഷഹനാസ് ഇന്നലെ നമ്മളോട് പരസ്യമായിട്ട് പറയുകയാണ്. ഇനി അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് ഷാഫി പറയുന്നതെങ്കിൽ തെളിവുകൾ ഞാൻ പുറത്തുവിടാമെന്നും ഷഹനാസ് പറഞ്ഞു. ആ വെല്ലുവിളി ഷാഫി സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെയാണ് ഷാഫി ഇന്നലെ പാലക്കാട് ഉണ്ടായിരുന്നു. വൈകിട്ട് നമ്മളടക്കമുള്ള മാധ്യമ പ്രവർത്തകരെ ഷാഫിയുടെ പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം കൃത്യമായ ഒരു മറുപടി പറഞ്ഞിട്ടില്ല. ഇന്നിവിടെ ഉണ്ടാവുമോ അല്ലെങ്കിൽ നാളെ ഇവിടെ ഉണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായി എവിടെയാണ് താമസിക്കുന്നത്, എവിടെയാണ് വൈകിട്ടത്തെ പരിപാടി, ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ കൃത്യമായ രീതിയിൽ ഒരു മറുപടി ഷാഫിയുടെ ഒപ്പമുള്ള ആളുകളിൽ നിന്നോ ഉണ്ടായിട്ടില്ല. അതിൽ നിന്നും നമുക്കെന്ന് മനസ്സിലാക്കാം ഷാഫിയും ഭയക്കുന്നുണ്ട് എന്ന്.